വിജയന്റെ ചിരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഇത് പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് വെള്ളിമുങ്ങയിലേക്ക് ചിരി. ആ ഒരു ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ റൈറ്റർ ആദ്യമേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആണല്ലേ, റൈറ്റർക്ക് അങ്ങനെ രജിസ്റ്ററുണ്ട്. പുള്ളി ഇങ്ങനത്തെ കഥാപാത്രം ചേട്ടാ അങ്ങനെ. അപ്പൊ ജിബുവാണ് പറഞ്ഞത് ആ ഒരു സീനിൽ. അത് കഴിഞ്ഞിട്ട് ഒരു പഞ്ചെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് പിടിക്കാന്നിട്ട് അങ്ങനെ പറഞ്ഞു തന്ന് പിടിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ അച്ഛനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്ന സിനിമയിലൊക്കെ പഴയകാലം മുതൽ വിജയന്റെ ചിരി ഒരു ഭയങ്കരമായിട്ട് അത് കേൾക്കുമ്പോ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? ബീച്ചേട്ടനെ കൂടുതലും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു രൗദ്രഭാവത്തിൽ അധികം കണ്ടിട്ടില്ല. ഓക്കെ, വില്ലനായിട്ടുണ്ട്, എന്നാൽ പോലും ആ ഒരു ചിരി എപ്പോഴും നീ പറയുമ്പോ ഞാൻ ബ്ലഫ് ചെയ്തു. അങ്ങനെ പ്ലാൻഡ് ആയിട്ടൊന്നുമല്ലോ ഡയലോഗ് അവര് തരുന്ന സീനൊക്കെ അനുസരിച്ചൊക്കെ. അല്ല, ചിലരുടെ ജസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ എല്ലാ സീനും നമ്മൾ ചിരിച്ചു. സീനിലല്ല, റിയൽ ലൈഫില് എനിക്ക് ചിരി വലിയ ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. അത് ഭയങ്കരമായിട്ട് ഒരു പ്ലസന്റ് ആയിട്ടുള്ള, ഇപ്പൊ ഈവൻ എനിക്കാണെങ്കിൽ പോലും സംസാരിക്കുമ്പോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്ക് ആ ചിരി തരുന്ന വൈബ് അത് ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു രസമുള്ള സംഭവമാണ്. ഇനി നമുക്ക് ഇപ്പൊ ബീച്ചേന്റെ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ്. സംയുക്ത ചേച്ചി, ഒപ്പം മകന്റെ വിശേഷങ്ങൾ കാര്യങ്ങള്. ചേച്ചി എനിക്ക് തോന്നുന്നു വനിത പോലുള്ള ഇതിൽ ഫോട്ടോഷൂട്ട്സിലൊക്കെയാണ്, പിന്നെ ആഡ്സിലൊക്കെ ഈ അടുത്തിടയ്ക്ക് വന്നിരുന്നു. മുമ്പ് ചെയ്തത് ആദ്യം, ഇപ്പൊ അടുത്തും റീസെന്റ് ചെയ്തിട്ടില്ല. അത് ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ മലയാളി പ്രേക്ഷകർക്ക് ഇനിയൊരു? ഞാൻ പറഞ്ഞത് അത് ഒരുപാട് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നല്ലോ. എപ്പോഴെങ്കിലും സിനിമ അവരിഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ നമ്മളുടെ പ്ലാനിങ് ആയിരുന്നു. മോന്റെ പഠിപ്പും കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട സ്റ്റേജാണ് ഇപ്പോഴത്തെ ഏജും എല്ലാം. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കാര്യങ്ങൾ മമ്മി വേറെ ആരെങ്കിലും ഒക്കെ നോക്കേണ്ടി വരും. പക്ഷെ അപ്പൊ നമ്മുടെ ആരെങ്കിലും പേഴ്സണൽ അറ്റൻഷൻ അവന് വേണം തോന്നിയും സംയുക്ത ആ ഏരിയ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യും. ഞാൻ അഭിനയിക്കും. ബാലൻസ്ഡ് ആയിട്ടാണ് പോണേ. അവർക്ക് അഭിനയിക്കണം തോന്നാൻ അഭിനയിക്കും. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഓഫീസിൽ പോയിട്ട് വരുന്ന മാതിരിയല്ലല്ലോ. വൈകുന്നേരം വരില്ലല്ലോ, നമ്മൾ പത്തായിരിക്കും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും. ഈ അന്യഭാഷാ സിനിമകളിൽ നിന്ന് ഇപ്പൊ അല്പം മാറി സഞ്ചരിക്കുന്നതാണോ അതോ? ഇപ്പൊ ചെയ്യുന്നില്ല. കാരണം മലയാളത്തിൽ തന്നെ ദൈവനീച്ച അത്യാവശ്യം നമുക്ക് തിരക്കുണ്ട്. അവിടെ എല്ലാം ഒരുപാട് ഡേറ്റ്സ് ആവശ്യമൊക്കെ ഉണ്ട്. ഒരു സിനിമ 1.5 വർഷം എടുക്കും. അപ്പൊ ആ അപ്പിയറൻസിന് നമുക്ക് മാറാനും പറ്റില്ല, ഇവിടെ അപ്പിയറൻസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു ബാധ്യത കൊണ്ട് ഒഴിവാക്കിയതാണ്. പിന്നെ കൂടുതൽ എനിക്ക് അവിടെ വരുന്ന ഫൈറ്റൊക്കെ ഉള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. ഫൈറ്റ് ഒന്നും ചെയ്യാനുള്ള ഒരു സ്ഥിതിയില്ല. ബീച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സെൽഫിലി ട്രോൾ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ബേസിക്കലി ഞാനൊരു മടിയനാണ്, അല്ലെങ്കിൽ സ്റ്റണ്ട് ചെയ്യാനൊക്കെ താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ഓപ്പൺലി പറഞ്ഞു. നമുക്കൊക്കെ എനിക്കിപ്പോ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനോടും നമുക്കൊരു ഏരിയ കഴിയുമ്പോൾ ഉള്ളിൽ മാറ്റങ്ങളുണ്ടാവും. എനിക്ക് വലിയ സ്ട്രെയിനിലൊരു ഫൈറ്റ് ഒക്കെ ചെയ്യാൻ എനിക്ക് മടിയുണ്ട് സത്യം.